എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 19 വാർഡുകളിൽ 10 LDFും 8 UDFും ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചത്. LDF, UDF അംഗങ്ങൾ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പഞ്ചായത്തിലെത്തിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം കൊടുമ്പിൽ മുരളിയാണ് ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. റിട്ടേണിംഗ് ഓഫീസർ അർച്ചന വിശ്വനാഥ് കൊടുമ്പിൽ മുരളിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് കൊടുമ്പിൽ മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ ഭരണസമിതികളിലെ അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ബിന്ദു ഗിരീഷ്, മെമ്പറായിരുന്ന റിജി ജോർജ്, 2015 കാലഘട്ടത്തിലെ പ്രസിഡന്റായിരുന്ന മീന ശലമോൻ, വൈസ് പ്രസിഡന്റായിരുന്ന കക്കാട്ട് ഗോവിന്ദൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന NK കബീർ എന്നിവരും ഈ ഭരണസമിതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കക്കാട്ട് ഗോവിന്ദൻകുട്ടി 1-ാം വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചാണ് വിജയിച്ചത്. 2-ാം വാർഡിൽ രാജി സോമൻ, 3-ാം വാർഡിൽ ആനി ടീച്ചർ, 4-ാം വാർഡിൽ KV ഷൈബു, 5-ാം വാർഡിൽ ഷീജ ആനന്ദൻ, 6-ാം വാർഡിൽ മീന ശലമോൻ, 7-ാം വാർഡിൽ VV വിവേക്, 8 MR സജിത, 9-ാം വാർഡിൽ പ്രഭിത ബാലകൃഷ്ണൻ, 10-ാം വാർഡിൽ TA ആഷിഖ്, 11-ാം വാർഡിൽ ബിന്ദു ഗിരീഷ്, 12-ാം വാർഡിൽ സതീഷ് കുമാർ, 13-ാം വാർഡിൽ കൊടുമ്പിൽ മുരളി, 14-ാം വാർഡിൽ നീതു പ്രകാശ്, 15-ാം വാർഡിൽ ഫ്രിജോ വടക്കൂട്ട്, 16-ൽ റിജി ജോർജ്, 17-ൽ MV വിജീഷ്, 18-ൽ ഷാജി വർഗീസ്, 19-ാം വാർഡിൽ NK കബീർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. കൊടുമ്പിൽ മുരളിയുടെ അധ്യക്ഷതയിൽ അംഗങ്ങൾ ആദ്യ യോഗം ചേർന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.